യഥാർത്ഥ വിശ്വാസി മഹാസംഗമം നാളെ. പന്തളത്ത് ശബരിമല കർമ്മസമിതി സംഘടിപ്പിക്കുന്ന ശബരിമല സംരക്ഷണ സംഗമം നാളെ നടക്കും. വിശ്വാസത്തിനൊപ്പം വികസനം എന്ന സന്ദേശത്തിലാണ് മഹാസംഗമം നടക്കുക. രാവിലെ സെമിനാറുകളും ഉച്ചയ്ക്ക് ശേഷം മഹാസംഗമവും നടക്കും. ശബരിമല സംരക്ഷണ സംഗമം ഹിന്ദു സമൂഹത്തിന്റെ പരിച്ഛേദമായി മാറും. നാളെ പന്തളത്ത് നടക്കുന്ന മഹാസംഗമത്തിൽ വിവിധ ഹൈന്ദവ, സാമുദായിക, ആധ്യാത്മിക, സാംസ്കാരിക സംഘടനകളും സന്യാസി വര്യന്മാരും ശബരിമലയുടെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട സംഘങ്ങളും സാധാരണ വിശ്വാസികളും ഉൾപ്പെടെ വൻ ജനസമൂഹം അണിനിരക്കും. വിശ്വാസത്തിനൊപ്പം വികസനമെന്ന സന്ദേശത്തിലൂന്നിയാണ് മഹാസംഗമം. രാവിലെ 9 മണിക്ക് പന്തളം നാനാ കൺവെൻഷൻ സെന്ററിൽ ശബരിമലയിലെ വിശ്വാസം, വികസനം, സുരക്ഷ എന്നീ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് സ്വാമി അയ്യപ്പൻ നഗറിൽ മഹാസംഗമത്തിന് തുടക്കമാകും. തമിഴ്നാട് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ സംഗമം ഉദ്ഘാടനം ചെയ്യും. പമ്പയിൽ നടന്ന സംഗമം നമ്മളെല്ലാം കണ്ടതാണ്. യഥാർത്ഥ ഭക്തരെല്ലാം നാളെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തും എന്നതാണ്. നമ്മൾ വിളിക്കാതെ തന്നെ അവരിങ്ങോട്ട് വിളിച്ച് പറയുകയാണ്. അപ്പോൾ നമുക്കിവിടെയുള്ള സംവിധാനം മതിയാകുമോ എന്നതാണ് എനിക്കിപ്പോൾ ഒരു സംശയം. എങ്കിലും എല്ലാം തന്നെ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്കറിയാം. 2018 ഒക്ടോബർ 2 നമ്മൾ 3000 പേരെ പ്രതീക്ഷിച്ചിടത്ത് 80,000 പേര് വന്ന് ഭക്തജനങ്ങൾ ഒരുമിച്ച് ഭഗവാന്റെ ആചാരങ്ങൾ സംരക്ഷണത്തിനായി മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ യഥാർത്ഥ ഭക്തർ, ഭഗവാൻ എവിടെ ഇരിക്കുന്നു അവിടെയാണ് ഭക്തർ വരിക. തീർച്ചയായിട്ടും നാളത്തെ സംഗമത്തിന്, നാളത്തെ ശബരിമല സംരക്ഷണ സംഗമത്തിന് പൂർണ്ണമായും ഭക്തരുടെ പിന്തുണയുണ്ടാവും. എല്ലാവരും ഇവിടെ പന്തളത്ത് എത്തിച്ചേരും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. പമ്പയിലെ സർക്കാർ സ്പോൺസേഡ് തട്ടിക്കൂട്ട് സംഗമം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് വിശ്വാസികളുടെ യഥാർത്ഥ സംഗമത്തിന് കേളികൊട്ടുയരുന്നത്. സർക്കാരിന്റെ ഉദ്ദേശലക്ഷ്യം മനസ്സിലാക്കിയ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി പന്തളത്ത് അണിനിരക്കുമെന്ന പ്രതീക്ഷയിലാണ് ശബരിമല സംരക്ഷണ സംഗമത്തിന്റെ സംഘാടകർ. ജനം, പത്തനംതിട്ട.